ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും കേട്ട് തഴമ്പിച്ചൊരു വിഷയത്തെ പറ്റിയാണ്. കഠിനാധ്വാനം ചെയ്താൽ ആർക്കും വിജയിക്കാം. എന്നാൽ ഞാനിന്നും പറയാൻ പോകുന്നത് അതിനപ്പുറമുള്ള ഒരു കാര്യമാണ്. വിജയത്തിനും പരാജയത്തിനും പിന്നിലെ ആരും പറയാത്ത രണ്ട് രഹസ്യങ്ങൾ: ഭാഗ്യവും നഷ്ടസാധ്യതയും. ഈ വീഡിയോ കഴിയുമ്പോൾ പണത്തിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും, ഞാൻ ഗ്യാരണ്ടി. നമ്മുടെ നാട്ടിലായാലും ലോകത്തായാലും വിജയിച്ചവരെ കാണുമ്പോൾ എന്താണ് പറയാറ്? എത്ര കഷ്ടപ്പെട്ടിട്ട് അയാൾ ആ നിലയിലെത്തിയത്. ശരിയാണ്, കഷ്ടപ്പാടുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാടിന് വളമായി മാറിയ ചില സാഹചര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഭാഗ്യം എന്ന് വിളിക്കുന്നത്. ഇത് വെറുതെ പറയാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് ലോകത്തിൻ്റെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ബിൽഗേറ്റ്സിൻ്റെ കഥയൊന്നെടുത്ത് നോക്കാം. ബിൽഗേറ്റ്സ് ഒരു സംഭവമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിൽ കിക്ക് ഓഫ് ചെയ്ത ഒരു കിടിലൻ ഭാഗ്യമുണ്ടായിരുന്നു. അദ്ദേഹം പഠിച്ച ലെക്കേഡ് സ്കൂളിൽ അക്കാലത്ത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള സൗകര്യം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1960കളിൽ ലോകത്ത് വളരെ കുറച്ച് കോളേജുകളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സാധനമാണ് കമ്പ്യൂട്ടർ. അതുപയോഗിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അതൊരു ഒന്നൊന്നര ലോട്ടറി ആയിരുന്നു. ആ ഒരൊറ്റ അവസരം അദ്ദേഹത്തെ മറ്റുള്ളവരേക്കാൾ 10 സ്റ്റെപ്പ് മുന്നിലെത്തിച്ചു. കഠിനാധ്വാനം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായി കിട്ടിയ ഒരു അവസരമായിരുന്നു അത്. ഇനി നമുക്ക് കഥയിലെ രണ്ടാമത്തെ വ്യക്തിയെ പരിചയപ്പെടാം, കെൻഡി വാൻസ്. ബിൽഗേറ്റ്സിനെ പോലെ തന്നെ മിടുക്കനായ അതേ സ്കൂളിൽ പഠിച്ച അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ. ഒരുപക്ഷെ ബിൽഗേറ്റ്സിനേക്കാൾ കഴിവുണ്ടായിരുന്ന ഒരാൾ. പക്ഷേ ഹൈസ്കൂൾ പഠനം തീരും മുൻപ് ഒരു പർവ്വതാരോഹണ അപകടത്തിൽ അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. ഇതാണ് റിസ്ക് എന്ന് പറയുന്ന അത്ഭുത ശക്തി, നഷ്ടസാധ്യത. കെൻഡി വാൻസിൻ്റെ പരാജയത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മയായിരുന്നില്ല. അദ്ദേഹം വളരെ കഴിവുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ കഥ തന്നെ മറ്റൊന്നായി മാറിയേനെ. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കേണ്ടത്? സിമ്പിളാണ്. അടുത്ത തവണ നല്ലൊരു നിലയിലുള്ള ഒരാളെ കാണുമ്പോൾ അവൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തോടൊപ്പം അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളെയും അംഗീകരിക്കുക. അതേപോലെ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരാളെ കാണുമ്പോൾ അവന് കഴിവില്ലാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാതെ ഒരുപക്ഷെ അയാൾക്ക് മുന്നിൽ വന്നുപെട്ട ഏതെങ്കിലും ഒരു നിമിഷത്തെ അനുഭവത്തെ പറ്റി ചിന്തിക്കുക. ആ അനുഭവം അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തെ മാറ്റിമറിച്ചിരിക്കുക. ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ആരോടും അനാവശ്യമായ അസൂയയോ പുച്ഛമോ തോന്നില്ല. കുറച്ചുകൂടി വിനയവും സഹാനുഭൂതിയും ഉണ്ടാവും. നമ്മുടെ ചിന്തകൾക്ക് കുറച്ചുകൂടി ബാലൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ഒരു പ്രധാന ഘടകമായിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ ഏതായാലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്കിതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു കിടുക്കാച്ചി വിഷയമായിട്ട് ഞാൻ വരാം. എല്ലാവർക്കും എൻ്റെ സ്നേഹം. ബൈ ബൈ.